നമസ്കാരം. ഓം ഓം സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. ഓം മഹാദേവീ നമഃ. ശ്രീമദ്ദേവി ഭാഗവതം സ്കന്ധം 1 16-ാം അധ്യായത്തിലെ 13 ശ്ലോകങ്ങൾ പാരായണം ചെയ്തിരുന്നു. വിഷ്ണുവിൻ്റെ മുൻപിൽ പരാശക്തി പ്രത്യക്ഷപ്പെട്ട അങ്ങും ഞാനും വളരെ ഗുണത്തോടു കൂടിയവരാണ് എന്ന് പറയുന്നു. പിന്നീട് പറയുന്നത് വിഷ്ണുവിൻ്റെ നാഭികമലത്തിൽ നിന്നും ബ്രഹ്മപ്രജാപതി ജനിക്കുമെന്നാണ്. അദ്ദേഹം സൃഷ്ടികർമ്മത്തിൽ ഏർപ്പെടുകയും ചെയ്യും. അദ്ദേഹത്തിൻ്റെ ഭൂമധ്യഭാഗത്ത് നിന്നും ക്രോധം നിമിത്തം രുദ്രനും ജനിക്കും. ആ രുദ്രൻ ലോകത്തെ സംഹരിക്കുന്നവനായി ഭവിക്കും. ഞാൻ സാത്വിക ശക്തിയാണെന്ന് മനസ്സിലാക്കിയാലുമെന്ന് വിഷ്ണുവിനോട് ദേവി പറയുന്നു. അപ്പോൾ വിഷ്ണു പറയുന്നു, അത്യധികം രഹസ്യവും പരമവും ശിവവുമായ പാതി ശ്ലോകം ഉച്ചരിച്ചത് ആരാണ്, ആദ്യമായി ഉച്ചരിച്ചത് ആരാണെന്ന് എന്നോട് പറയണമെന്ന് വിഷ്ണു അപേക്ഷിക്കുന്നു. അങ്ങനെ വിഷ്ണു ചോദിച്ചത് കേട്ട് മഹാലക്ഷ്മി പുഞ്ചിരിച്ചുകൊണ്ട് മറുപടി പറയുന്നത് എന്താണെന്ന് നോക്കാം അടുത്ത ശ്ലോകത്തിൽ. മഹാലക്ഷ്മീരുവാച. ശ്ലോകം 14. ശൃണുശൗരേ വചോ മേദ്യ സഗുണാഹം ചതുർഭുജാഃ മാം ജാനാസി ന ജാനാസി നിർഗുണാം ഗുണാലയാം. ഹേ വിഷ്ണു, ഞാൻ പറയുന്നത് കേൾക്കൂ. ഞാനിപ്പോൾ സഗുണയും ചതുർബാഹുയുക്തയുമാണെന്ന് അങ്ങ് കാണുന്നുവല്ലോ. ഈ സഗുണത്തിനാശ്രയമായ നിർഗുണയെ അങ്ങ് അറിയുന്നില്ല. ശ്ലോകം 15. ത്വം ജാനീഹി മഹാഭാഗ തയാ തത് പ്രകടീകൃതം പുണ്യം ഭാഗവതം വിദ്ധി വേദസാരം ശുഭാവഹം. ഹേ മഹാഭാഗ, ആ നിർഗുണാത്മികയായ പരാശക്തിയാണ് പുണ്യവും വേദസാരവും ശുഭപ്രദവുമായ ഭാഗവത തത്വം പ്രകടമാക്കിയതെന്ന് അറിഞ്ഞാലും. ശ്ലോകം 16. കൃപാം ച മഹതിം മന്യേ ദേവ്യാ ശത്രുനിഷൂദന യയാ പ്രോക്തം പരം ഗുഹ്യം ഹിതായ തവ സുവ്രത. ശത്രു സംഹാരത്തിന് കഴിവുള്ളവനെ, ദേവിയുടെ കൃപയ്ക്ക് സീമയില്ലെന്ന് ഞാൻ വിചാരിക്കുന്നു. അത്യന്തം രഹസ്യമായ അത് അങ്ങയുടെ ഹിതത്തിനു വേണ്ടിയാണ് ദേവി ഉപദേശിച്ചത്. ശ്ലോകം 17. രക്ഷണീയം സദാ ചിത്തേ ന വിസ്മാര്യം കദാചന സാരം ഹി സർവശാസ്ത്രാണാം മഹാവിദ്യാപ്രകാശിതം. ആ തത്വം സദാ മനസ്സിൽ സൂക്ഷിക്കണം. ഒരിക്കലും അത് വിസ്മരിച്ചു പോവരുത്. മഹാവിദ്യസ്വരൂപിണിയായ ദേവി പ്രകാശിപ്പിച്ച അത് സകല ശാസ്ത്രങ്ങളുടെയും സാരമാണ്. ശ്ലോകം 18. നാദപരം വേദിതവ്യം വർത്തതേ ഭുവനത്രയേ പ്രിയോസി ഖലു ദേവ്യാസ്ത്വം തേന ദേവ്യാഹൃതം വചഃ. ഇതിനേക്കാൾ കൂടുതലായി അറിയേണ്ടതായിട്ട് മുപ്പാരിലും ഒന്നുമില്ല. അങ്ങ് ദേവിക്ക് പ്രിയപ്പെട്ടവൻ തന്നെ. അതുകൊണ്ടാണല്ലോ പരമതത്വം ഉപദേശിച്ചത്. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.